നിസ്കാരത്തിൽ ശ്രദ്ധ കിട്ടുന്നില്ല, നിസ്കാരം തെറ്റിപ്പോകുന്നു. എങ്ങനെ ശ്രമിച്ചാലും പിന്നെയും പല ചിന്തകളും വന്ന് നിസ്കാരത്തിൽ പല വസ്വാസുകളും ഉണ്ടായിപ്പോകുന്നു. ഓത്ത് പൂർണ്ണമാകുന്നില്ല. ഇത് ഒന്നോ രണ്ടോ പ്രാവശ്യം എപ്പോഴെങ്കിലും ഉണ്ടാകുന്നതല്ല. എപ്പോൾ നിസ്കരിക്കാൻ നിന്നാലും ഇത് തന്നെയാണ് അവസ്ഥ. മഹാന്മാർ പറയുന്ന ഒരു വഴി ഹുളൂറുൽ ഖൽബി ഫിൽ വുളൂ, വുളൂഇൽ ഹൃദയ സാന്നിധ്യം ഉണ്ടാവുക എന്നുള്ളതാണ്. ഒരാളുടെ വുളൂ കണ്ടാൽ അറിയാം അയാളുടെ നിസ്കാരത്തിൽ എത്രമാത്രം ആത്മാർത്ഥതയുണ്ടാകും, കബൂലിയത്തുണ്ടാകും, സ്വീകാര്യതയുണ്ടാകും എന്നുള്ളത് എന്നൊക്കെ മഹാന്മാർ പറയുന്നത് കാണാം. അതായത് ഓടിങ്ങ് വന്നിട്ട് ഒന്ന് കൈ കഴുകി 3 പ്രാവശ്യമൊന്നും പൂർത്തിയാക്കാൻ നിൽക്കാതെ ഒരുമാതിരി വുളൂ എടുത്തിട്ടാണ് അവൻ നിസ്കരിക്കാൻ പോകുന്നതെങ്കിൽ തീർച്ചയായും അതിനനുസരിച്ചുള്ള ഒരു ഖുശൂഅ്, ഭക്തി മാത്രമേ അവൻ്റെ നിസ്കാരത്തിൽ അവന് ലഭിക്കുകയുള്ളൂ. നേരെ മറിച്ച് പൂർണ്ണമായ ഇസ്ബാഹുൽ വുളൂ, നല്ല ശുദ്ധമായ പൂർണ്ണമായ വുളൂ, സാവധാനത്തിൽ സമയമെടുത്തുകൊണ്ട് ഒരു വുളൂ എടുത്ത് ആ വുളൂഇൻ്റെ ശേഷമുള്ള വിക്റും വുളൂഇലുള്ള അദ്കാറുകളും എല്ലാം പാലിച്ചുകൊണ്ട് അദബുകളൊക്കെ സ്വീകരിച്ച് വുളൂ എടുത്ത് നിസ്കരിക്കാൻ നിൽക്കുകയാണെങ്കിൽ ആ നിസ്കാരത്തിലും ഭക്തി കൂടുതലായിരിക്കും, തഖ്വ കൂടുതലായിരിക്കും, അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണകൾ കൂടുതലായി മനസ്സിലേക്ക് വരുമെന്ന് സ്വാലിഹീങ്ങളുടെ വാക്കുകൾ നമുക്ക് കിതാബുകളിൽ കാണാം. അപ്പോൾ നിസ്കാരം നന്നാവണം, നിസ്കാരം പൂർണ്ണമായ ശ്രദ്ധയോടുകൂടെയാവണം, അള്ളാഹു സ്വീകരിക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവർ ആദ്യം വുളൂഇൻ്റെ കാര്യം ശ്രദ്ധിക്കുക. ഇദാ ഹളറൽ ഖൽബ ഫിൽ വുളൂഇ യഹ്ളുറുൽ ഖൽബ ഫിസ് സ്വലാ. മഹത്തുക്കളുടെ ആപ്തവാക്യം നമുക്ക് കാണാൻ സാധിക്കും. ഒരാൾക്ക് വുളൂഇൽ ഹൃദയ സാന്നിധ്യമുണ്ടെങ്കിൽ തീർച്ചയായും നിസ്കാരത്തിലും ഹൃദയ സാന്നിധ്യമുണ്ടാകും. എത്രത്തോളം വുളൂഇൻ്റെ കാര്യം നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോ അത്രത്തോളം നിസ്കാരത്തിൻ്റെ കാര്യത്തിലും ശ്രദ്ധയുണ്ടാകും.